Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നിയമവാഴ്ച അംഗീകരിക്കുന്ന വ്യക്തിയല്ലെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സുപ്രീം കോടതിയെ ധിക്കരിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്നും MA ബേബി. കാസർഗോഡിൽ തന്റെ വിജയം ഉറപ്പെന്ന UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രചാരണ പ്രവർത്തനത്തിൽ UDF ഏറെ മുന്നോക്കം പോയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. 10 വർഷം കൊണ്ട് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. കാസർഗോഡ് മണ്ഡലത്തെ വികസന കുതിപ്പിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനം നടത്തുമെന്നും ML അശ്വിനി. പുരിവേലിൽ ബസ്സു കാത്തു നിൽക്കേണ്ടുന്ന ഗതികേടിൽ ദേശീയപാതയോരത്തെ യാത്രക്കാർ. സ്ത്രീകളും പ്രായമായവരും അനുഭവിക്കുന്നത് വലിയ പ്രയാസം. താൽക്കാലിക സംവിധാനമെങ്കിലും വേണമെന്ന് യാത്രക്കാർ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നിയമവാഴ്ച അംഗീകരിക്കുന്ന വ്യക്തിയല്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സുപ്രീം കോടതിയെ ധിക്കരിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്നും MA ബേബി പറഞ്ഞു. LDF തെരഞ്ഞെടുപ്പ് റാലി കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെ പേരിൽ പരസ്പരം ഭിന്നിപ്പിച്ച് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് BJPയും RSSും ശ്രമിക്കുന്നത്. ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും ചെയ്യുന്നത്. UDF വിജയിച്ചാൽ കേരളത്തിൽ നിന്നുള്ള MP-മാരെ പോലും വിലയ്ക്ക് വാങ്ങും. മതനിരപേക്ഷ ഇന്ത്യക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്നും MA ബേബി പറഞ്ഞു. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കണ്ണപുരം ഈസ്റ്റ് വെസ്റ്റ് തെരഞ്ഞെടുപ്പ് റാലി ചെറുകുന്ന് തറയിൽ നടന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നിയമവാഴ്ച അംഗീകരിക്കുന്ന വ്യക്തിയല്ല എന്ന വിമർശനമാണ് RSSനും BJPക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുന്നിൽ ഞങ്ങൾ വെക്കുന്നത്. വിമർശനം ഗൗരവമുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിയമവാഴ്ച അംഗീകരിക്കുന്നില്ല എന്ന വിമർശനമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില പ്രതിനിധികളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കണം ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ വിമർശനം. സുപ്രീം കോടതിയെ ധിക്കരിക്കുന്ന വ്യക്തിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതാണ് നമ്മുടെ വിമർശനം. BJPക്കെതിരെ P നാരായണൻ അധ്യക്ഷത വഹിച്ചു. M വിജിൻ MLA, PP ദിവ്യ, CP സന്തോഷ് കുമാർ, സുഭാഷ് അയോധ്യ, രാജീവൻ കീഴ്പള്ളി, KV ശ്രീധരൻ, N ശ്രീധരൻ, താവം ബാലകൃഷ്ണൻ, K പത്മനാഭൻ, T ചന്ദ്രൻ, V വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാസർഗോഡിൽ തന്റെ വിജയം ഉറപ്പാണെന്ന് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. കുറ്റൂരിൽ നടന്ന പ്രചാരണ പരിപാടിയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സാർ, ഇപ്പം പര്യടനം നടക്കുന്നു, പ്രചരണം നടക്കുന്നു വളരെ തകൃതിയായി തന്നെ. അപ്പോൾ എത്രത്തോളമാണ് സാറിൻ്റെ വിജയ പ്രതീക്ഷ, അല്ലെങ്കിൽ എങ്ങനെയാണ് കാസർഗോഡ് മണ്ഡലം ഈ പ്രാവശ്യം ഈ ഇലക്ഷനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇനി കേവലം നാമമാത്രമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രചരണം അവസാനിക്കാൻ. ഞാൻ പരിപൂർണമായ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ എനിക്ക് 40,438 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നൽകിയത്. അതിൻ്റെ ഒരു 2 ഇരട്ടി ഭൂരിപക്ഷം ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തിനു മുമ്പ് ഞാൻ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട നാൾ തൊട്ട് ഞാൻ ഈ മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിരവധി പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട്. 1, 2
ഇവിടുത്തെ ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ, ഉറൂസുകൾ, പള്ളിപ്പെരുന്നാളുകൾ, ഇതിലെല്ലാം ഞാൻ ഒരു നിറസാന്നിധ്യമായി പങ്കെടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ നിക്കാഹ്, കല്യാണം, മരണം, അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട്. സ്കൂളിൻ്റെ മുഴുവൻ വാർഷികങ്ങൾ, മുച്ചിലോട്ടമ്മയുടെ സകല ആഘോഷങ്ങൾക്കും എന്നെയാണ് എല്ലാവരും വിളിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ഞാൻ ആത്മീയ പ്രഭാഷണമാണ് നടത്തിയിട്ടുള്ളത്, രാഷ്ട്രീയ പ്രഭാഷണമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാസർഗോട്ടെ ജനങ്ങൾ ഈശ്വര വിശ്വാസികളാണ്, സമാധാന പ്രേമികളാണ്. അതുകൊണ്ട് അവർ എന്നെപ്പോൾ ഒരാളെ ഒരിക്കലും കൈയൊഴിയില്ല. എൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കും. സാർ ഇനി ജയിച്ചു വരികയാണെങ്കിൽ സാർ പറഞ്ഞതുപോലെ കാസർഗോഡിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇനി കൊണ്ടുവരാൻ? മാറ്റങ്ങൾ വരണമെങ്കിൽ ആദ്യം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ മാറണം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. ഇതുവരെ 5 കൊല്ലം ഞാൻ പ്രതിപക്ഷത്തായിരുന്നു, കേരളത്തിലും കേന്ദ്രത്തിലും, അല്ലേ? അപ്പോൾ ഭരണപക്ഷത്ത് വന്നാലല്ലേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ. ഭരണപക്ഷത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞാൻ അതിൻ്റെ ഭാഗമാകും. അപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടോ? അത്തരത്തിലൊരു അട്ടിമറി വിജയം കോൺഗ്രസിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ അട്ടിമറിയൊന്നുമില്ല. ഇവിടെ കോൺഗ്രസിന് വിജയം ഉറപ്പാണ്. എതിർ സ്ഥാനാർത്ഥികൾ പോലും പരാജയം സംഭവിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ തീ പാറുന്ന പോരാട്ടമില്ല, ടഫ് മത്സരമില്ല. പിന്നെ ചില ചാനലുകൾ, അത് പെയ്ഡ് ചാനലുകളാണ്, അവരെ ജയിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അത് ഈ വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഞാൻ അവരോട് സംസാരിക്കാം, മനസ്സിലായല്ലോ? അവരെന്തിനു വേണ്ടിയായി പണി ചെയ്തെന്നുള്ളത് ജനവികാരം മനസ്സിലാക്കാത്തവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് പണത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിലായി? പെയ്ഡ് ചാനൽസാണ് അതെല്ലാം. കാസർഗോഡിലെ ജനങ്ങൾ ഇത്തവണയും തന്നോടൊപ്പം തന്നെയാണ്. തൻ്റെ വിജയം 100% ഉറപ്പ് തന്നെയാണ്. ഇതാണ് നിലവിലെ സിറ്റിംഗ് MP-യും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവിനോടൊപ്പം അനീന ഏഞ്ചൽ. 10 വർഷം കൊണ്ട് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. കാസർഗോഡ് മണ്ഡലത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഉയർത്തുന്നതിനുള്ള പദ്ധതികളും പരിപാടികളും തനിക്കുണ്ടെന്നും ML അശ്വിനി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പ്രചരണം നടത്തിയതിൽ എത്രത്തോളമാണ് ജനങ്ങളുടെ സമീപനം, എത്ര പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്? നല്ലതായിട്ട് പോസിറ്റീവായിട്ടാണ്. ഇത് ആദ്യമായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളത്. ഇത് 2-3 പ്രാവശ്യമാണ് ഞാൻ ഇങ്ങോട്ട് പെരുങ്ങും വരുന്നത്. പക്ഷേ നല്ല മാറ്റങ്ങളുണ്ട്. ഫസ്റ്റ് വരുന്ന ടൈമിലും ഈ സെക്കൻഡ് വരുന്ന ടൈമിലും നല്ല മാറ്റങ്ങളാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ എന്നെ നല്ലതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോക്കുന്ന മുമ്പ് തന്നെ സ്ഥാനാർത്ഥി അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല വേവ്സ് ഉണ്ട്, നല്ല ചിരിയുണ്ട്, നല്ല സ്വീകരണം ഉണ്ടാണ്. മാം ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മാം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ നമുക്ക് കാസർഗോഡ് മണ്ഡലത്തിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം, മിനി എയിംസ്. അതേപോലെ നമുക്ക് നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒന്നും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. സോ IT പാർക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞങ്ങളെ പ്ലാൻ ഉണ്ട്. അതേപോലെ നമ്മുടെ കാസർഗോഡ് മണ്ഡലം പറഞ്ഞെങ്കിൽ ഒരു നദികളുടെ നാടാണ്. ഓൾറെഡി 11 റിവേഴ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ പിന്നെയും നമുക്ക് കുടിവെള്ളത്തിന് ക്ഷാമമാണ്. ഈ കുടിവെള്ളത്തിന് ക്ഷാമം ഇല്ലാതാക്കാൻ ഞാൻ ട്രൈ ആക്കുന്നു. അതേപോലെ കായിക പ്രേമികളുണ്ട്, കൂടുതലായിട്ട് നല്ല സ്പോർട്സ്മാൻസ് ഉള്ള സ്പിരിറ്റ് ഉള്ള ആൾക്കാരുണ്ട്. സ്റ്റേഡിയംസ് ഉണ്ട്, പക്ഷേ ഇത് അപ്ഗ്രേഡ് ആയിട്ടുള്ള സ്റ്റേഡിയംസ് ഇല്ല. സോ അതും പോലും കൊണ്ടുവരണം ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് പാർക്സ് വേണം, കുട്ടികളും പിന്നെ നമ്മുടെ സീനിയർ സിറ്റിസൺസോ എല്ലാവർക്കും നമുക്ക് മോർണിംഗ് വാക്ക് നടക്കാൻ വേണ്ടിയിട്ട്, ഈവനിങ് ആയിട്ട് വാക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ല രീതിയായിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്ലാൻസ് ഉണ്ട്. ഓക്കെ, അത് എത്രത്തോളമാണ് 2024 നിയമസഭ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ വിജയ ശതമാനം പ്രതീക്ഷിക്കുന്നത്? 100% വിജയം. ബിക്കോസ് നമുക്കറിയാം 2014 ശേഷം നരേന്ദ്രമോദിജി ജയിച്ചു വന്ന പിന്നെ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ജനങ്ങളുടെ ഇടയിൽ അറിയും. മോദീൻ്റെ പൈസ വരുന്നുണ്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ യാത്രയിൽ പോകുമ്പോൾ, പര്യടനത്തിൽ പോകുമ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നെ സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് മോദിജി പൈസ തരുന്നുണ്ട്, ഞാൻ ഈ പ്രാവശ്യം എന്തെങ്കിലും മോദിജി കൂട്ടിത്തരും. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്ത മോദിജിക്ക് ഇവർ ഈ പ്രാവശ്യം വോട്ട് തരും. മാറി മാറി ഭരിച്ച LDF UDF ഒന്നും ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടില്ല. സോ 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജി ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഈ പ്രാവശ്യം അവർ കാസർഗോഡ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ വിജയിപ്പിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളും പര്യടനങ്ങളും ചൂടേറുകയാണ്. ഇന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ ലോകോത്തര നിലവാരത്തിൽ ഉയർന്നു കഴിഞ്ഞു. അതിന് കാരണം മോദി സർക്കാരാണ്. താൻ ജയിക്കുകയാണെങ്കിൽ കാസർഗോഡ് നിയോജക മണ്ഡലം ഇത്തരത്തിൽ ഉയർന്ന നിലവാരത്തിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവിനോടൊപ്പം അനീന ഏഞ്ചൽ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡരികിൽ നിന്ന് ബസ് കാത്തിരിപ്പു കേന്ദ്രങ്ങൾ പൊളിച്ചുമാറ്റിയതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ജനങ്ങൾ. എടാട്ട് മുതൽ പരിയാരം വരെയുള്ള ദേശീയപാതയിൽ മിക്കയിടങ്ങളിലും ബസ് കാത്തിരിപ്പു കേന്ദ്രങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് കാരണം യാത്രക്കാർ അനുഭവിക്കുന്നത് ചെറിയ പ്രയാസമല്ല. കനത്ത ചൂടിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്.
ഇതേസമയം ദേശീയപാത വികസനവും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ചോദ്യചിഹ്നമാകുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ്. കണ്ണൂർ ജില്ലയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് ഇല്ലാതാക്കപ്പെട്ടത്. അത് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത്തരത്തിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇല്ലാത്തതിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് നമുക്ക് ചോദിച്ചും കണ്ടും മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എഴിലോടാണ്. എഴിലോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തത് നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ചൂടും എല്ലാം കൊണ്ടും? അത് ഒന്നാമത് ഈ ചൂട് മാത്രമല്ല, ഇവിടെ തീരെ സൗകര്യമില്ല. ഇത് ഇന്ന് മാത്രമല്ല, ഇത് തുടങ്ങിയിട്ട് കുറേ ആയില്ല കൈമേൽ തന്നെ. ഇപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരിക്കും. ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ ഈ അപ്പുറത്താണ്. മറ്റു കുഞ്ഞുങ്ങളും പാട്ടുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കെന്നെ സങ്കടം തോന്നും. കാരണം ഞാൻ തന്നെ എൻ്റെ നാളെ തലപ്പുറമ്പിലാണ്. ഞാൻ സാധനം കൊണ്ട് വെച്ചാൽ ആൾ വെക്കാൻ സൗകര്യമില്ല. അതിൽ ഒന്നാമത് കൂടി ഇങ്ങനെ ഭയങ്കര വിഷമമുണ്ട്. എല്ലാവർക്കും ചെയ്യപ്പെട്ട് ഭയങ്കര വിഷമമാണ്. ഒന്നാമതൊരു ബസ് സ്റ്റോപ്പില്ല, അതിൻ്റെ സൗകര്യമില്ല. അതെല്ലാം വന്നിട്ടാകുമ്പം ആണെന്നും വിചാരിക്കാം. അതത്ര പറയാൻ കഴിയും. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിരവധി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് പൊളിച്ചു നീക്കിയിട്ടുള്ളത്. ഇത് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ബസ് സ്റ്റോപ്പുകൾ തിരിച്ചറിയാനോ ബസ് കാത്തു നിൽക്കാനോ സുരക്ഷിതമായൊരിടം ഇല്ലാത്തത് വിഷമകരമാണെന്ന് ജനങ്ങൾ പറയുന്നു. നമ്മൾ ബസ് വന്ന് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് മനസ്സിലാവുന്നില്ല. ഒന്നാമത് ബസ് സ്റ്റോപ്പില്ല. ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേറെ തന്നെയുണ്ട്. പിന്നെ പൊടി ശല്യം ഭയങ്കരം. പിന്നെ ഈ കുട്ടികളെയും കൊണ്ടെല്ലാം വന്ന് ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര വിഷമം തന്നെയാണ്. നിർബന്ധമായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ ആവശ്യമാണ്. കഠിനമായ ചൂടും ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള പൊടിപടലങ്ങളും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുളവാക്കുകയാണ്. എടാട്ട് മുതൽ പരിയാരം വരെയുള്ള ബസ് സ്റ്റോപ്പുകളിൽ എടാട്ട്, സെൻട്രൽ സ്കൂൾ, പിരക്കാന്തടം, വിളയാങ്കോട് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലൊന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ല. ദേശീയപാത വികസനം തകൃതിയായി നടക്കുമ്പോൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പൊതുജനം. ഭൂരിഭാഗം ജനങ്ങളും പൊതു സർവീസുകൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അത്യാവശ്യമാണ്. ജനങ്ങളുടെ ആവശ്യവും അതുതന്നെയാണ്. താൽക്കാലികമായെങ്കിലും തങ്ങൾക്ക് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് പ്രശ്നങ്ങളുമാണ് അവരെ ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. താൽക്കാലികമായെങ്കിലും ഓരോ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഓരോ സ്ഥലത്തും പൊതുജനങ്ങൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവിനോടൊപ്പം അനീന ഏഞ്ചൽ. വേനൽ ചൂടിന് ആശ്വാസമേകി മലയോരത്ത് വേനൽ മഴ. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ചെറുപുഴ, പുളിങ്ങോം, പാലാവയൽ, ചിറ്റാരിക്കൽ പ്രദേശങ്ങളിൽ മഴ പെയ്തത്. മലയോര മേഖലയിൽ മണ്ണും മനസ്സും കുളിർപ്പിച്ച് വേനൽ മഴ പെയ്തു. വൈകുന്നേരം 4:15 ആരംഭിച്ച മഴ ഏതാണ്ട് 1 മണിക്കൂറോളം നേരം നീണ്ടുനിന്നു. കത്തുന്ന വേനലിൽ വേനൽ മഴ ജനങ്ങൾക്ക് തെല്ലൊന്നുമല്ല ആശ്വാസമായത്. ചെറുപുഴ, പുളിങ്ങോം, പാലാവയൽ, ചിറ്റാരിക്കൽ പ്രദേശങ്ങളിലെല്ലാം മഴ ലഭിച്ചു. നേരിയ തോതിൽ കാറ്റും ഇടിമിന്നലും ഉണ്ടായിരുന്നുവെങ്കിലും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. വരും ദിവസങ്ങളിലും വേനൽ മഴ ലഭിക്കും എന്നാണ് സൂചന. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. പാടിയോട്ടുചാലിലാണ് വാഹന പ്രചരണ ജാഥയുടെ സമാപനം നടന്നത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. രാവിലെ ഓണക്കുന്നിൽ നിന്നുമാണ് വാഹന പ്രചരണ ജാഥ ആരംഭിച്ചത്. പേരളം, കാങ്കോൾ, കോത്തായിമുക്ക്, അന്നൂർ അമ്പലം, കൊറ്റി, രാമന്തളി തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹന പ്രചരണ ജാഥ നടത്തി. ഇവിടെ ജയിച്ചുപോയ MP ഒന്നും നടപ്പിലാക്കാണ്ട് ഡെവലപ്മെന്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. കാലിവലി ഹൈമാസ് ലൈറ്റ് കൊണ്ടുവന്നെങ്കിൽ ഡെവലപ്മെന്റ് ആയോ? നമുക്ക് നമ്മളെ മണ്ഡലം ഒരു സ്മാർട്ട് സിറ്റി ആയിട്ട് മാറണം. നിരവധി IT പാർക്സ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസുകൾ ഉണ്ടാവണം. റെയിൽവേ അപ്ഗ്രേഡേഷൻ ആവണം. ഇങ്ങനെ നിരവധി സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സമാപന സമ്മേളനം വൈകിട്ട് പാടിയോട്ടുചാലിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PP കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. NDA സ്ഥാനാർത്ഥി ML അശ്വിനി കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ വിവിധ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു. ആദ്യ സ്വീകരണ യോഗം ഓണക്കുന്നിൽ നടന്നു.
NDA സ്ഥാനാർത്ഥി ML അശ്വിനെ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ വിവിധ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു. ആദ്യ സ്വീകരണ യോഗം ഓണക്കുന്നിൽ നടന്നു. പക്ഷേ നരേന്ദ്രമോദിജി 2014 പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന ശേഷം വെറും ഒരു 10 കൊല്ലം കൊണ്ട് നമ്മളെ ഭാരതത്തിനെ നവഭാരതമാക്കിയിട്ട് മാറ്റിയെടുത്തു. നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കി. ഇപ്പൊ ഓരോരോ വീട്ടിലും മിനിമം ആയിട്ട് 1 or 2 ബെനിഫിഷ്യറീസ് ഉണ്ട്. അതിൽ കൊണ്ടുവന്നിട്ടുള്ള സ്കീംസ് എല്ലാം നമുക്ക് പാവപ്പെട്ടവർക്ക് ഇടയിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പൈലി വാദ്യാർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓണക്കുന്നിലെത്തിയ സ്ഥാനാർത്ഥി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഇരുമുന്നണികളും കാലാകാലങ്ങളായി കാസർഗോഡിനെ അവഗണിക്കുകയാണെന്ന് ML അശ്വിനി പറഞ്ഞു. C. നാരായണൻ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, ധനേഷ് കണിയാൻകുന്ന്, രവി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മറ്റു വാർത്തകളിലേക്ക്. വേനലവധി തുടങ്ങിയതോടെ കുരുന്നുകൾക്ക് കാൽപന്തു കളിയിൽ പരിശീലനത്തിന് തുടക്കമിട്ട് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി. സ്കൂൾ നിയന്ത്രണത്തിലുള്ള മിനി സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ പരിശീലന ക്യാമ്പ് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് സുബ്രതോ കപ്പ് സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിനുള്ള പരിശീലന ക്യാമ്പിന് തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായത്. 1 മാസം നീളുന്ന ക്യാമ്പ് എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 5 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ഇന്റർനാഷണൽ M. മുഹമ്മദ് റാഫി ഉൾപ്പെടെ ദേശീയ സംസ്ഥാന ഫുട്ബോൾ ടീമുകളിൽ കളിച്ച തൃക്കരിപ്പൂരിലെ ഫുട്ബോൾ താരങ്ങൾ കാൽപന്ത് കളിയുടെ ബാലപാഠം അഭ്യസിച്ച സ്റ്റേഡിയത്തിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ഫുട്ബോൾ ഭൂപടത്തിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണാം. ഒട്ടേറെ കളിക്കാർ നമ്മുടെ കേരള ഫുട്ബോളിലും അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിലും സംഭാവന ചെയ്ത ഒരു നാടാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷനായി. പ്രഥമാധ്യാപിക EK ബൈജ, കായികാധ്യാപകൻ TM സിദ്ദിഖ്, സമദ് പേക്കടം, VPU മുഹമ്മദ്, പഴയകാല ഫുട്ബോൾ താരങ്ങൾ, പരിശീലകർ തുടങ്ങിയവരും ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കാഴ്ചക്കാർക്ക് കൗതുകമായി കണ്ണപുരം ചുണ്ടയിലെ ചിത്രകാരി അജിത പൂഞ്ചാലിന്റെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം. ചെറുകുന്ന് ബോർഡ് സ്കൂളിലാണ് പ്രദർശനം നടന്നത്. കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുകയാണ് അജിത പുഞ്ചാലിന്റെ കരകൗശല വസ്തുക്കളുടെയും ചിത്രങ്ങളുടെയും പ്രദർശനം. മ്യൂറൽ പെയിന്റിംഗ്, ക്രിയേറ്റീവ് പെയിന്റിംഗ്, മണ്ടൽ ആർട്ട്, നെറ്റിപ്പട്ടം എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രദർശനം മികച്ച നിലവാരം പുലർത്തുന്നുണ്ടെന്ന് പ്രശസ്ത ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം പറഞ്ഞു. വളരെയധികം ഒരുപക്ഷെ ആനുകാലിക പ്രസക്തിയുള്ള വിൽപ്പനയ്ക്ക് ജീവിതോപാധിയാക്കാവുന്ന രീതിയിലുള്ള വീക്ഷണത്തിലൂടെയാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ലാബ് ടെക്നീഷ്യയായ അജിത പുഞ്ചാൽ ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ചിത്രങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളും ഒരുക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ആദ്യമായാണ് സോളോ എക്സിബിഷൻ നടത്തുന്നതെന്നും അജിത പുഞ്ചാൽ പറഞ്ഞു. ആദ്യമായിട്ടാണ് സോളോ എക്സിബിഷൻ നടത്തുന്നത്. ഗ്രൂപ്പായിട്ടുള്ള എക്സിബിഷൻ മുന്നേ 2 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു എക്സിബിഷൻ ചെയ്യണമെന്നുള്ള കുറേ വർഷമായിട്ടുള്ള ആഗ്രഹമാണ്. എല്ലാവരും സപ്പോർട്ട്, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. നേരത്തെ M. വിജിൻ MLA ആണ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. സന്തോഷ് ചുണ്ട, ഗോവിന്ദൻ കണ്ണപുരം, രഞ്ജിത്ത് അരിയിൽ, വാസവൻ പയ്യട്ടം, ശശികല ടീച്ചർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റി കൺവെൻഷനും K. ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും പയ്യന്നൂർ CITU ഹാളിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റി കൺവെൻഷനും K. ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും പയ്യന്നൂർ CITU ഹാളിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. അങ്ങനെ പോകാൻ പാടുള്ളൂ എന്നുള്ള ചോദ്യം വളരെ ഗൗരവത്തിൽ ഉന്നയിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അതിന് മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നല്ല തിരിച്ചറിവോടുകൂടി ജനങ്ങളിലേക്ക് തിരിച്ചറിവിൻ്റെ അഗ്നി കൈമാറാൻ പറ്റുന്ന ഇടങ്ങളായി നമ്മുടെ ലൈബ്രറികളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് സി നളിനാക്ഷി അധ്യക്ഷത വഹിച്ചു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, KSLU സംസ്ഥാന പ്രസിഡന്റ് E അനീഷ് കുമാർ, പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ, KSLU പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി M കരുണാകരൻ, KSLU പയ്യന്നൂർ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി VV ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം KCEU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കണ്ണൂർ ജില്ലാ കലാജാഥ ട്രൂപ്പിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചു. കലാജാഥയ്ക്ക് പയ്യന്നൂർ ഷെനായ് സ്ക്വയറിൽ സ്വീകരണം നൽകി. LDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം KCEU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ കലാജാഥ ട്രൂപ്പിന്റെ കലാപരിപാടിക്ക് ഷെനായ് സ്ക്വയറിൽ സ്വീകരണം നൽകി. യൂണിയൻ ഏരിയ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, ജാഥ മാനേജർ KCEU സംസ്ഥാന സെക്രട്ടറി MM മനോഹർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എല്ലാത്തിനും തുരത്തി ഓടിക്കാനുള്ള ഒരു സൂത്രം കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ. നോക്കിക്കോ. മറക്കാനോ? നല്ല സാധു സേവാ സമിതി മലബാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സംഗമവും ഭക്ഷ്യക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. സാധു സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സാധു സേവാ സമിതി പയ്യന്നൂർ ടൗൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിലെ നിർധന കുടുംബത്തിൽപ്പെട്ട ക്യാൻസർ, വൃക്കരോഗം തുടങ്ങിയവ പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന കുടുംബങ്ങൾക്കുള്ള വിഷു പെരുന്നാൾ കിറ്റ് വിതരണം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് V നന്ദകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് KV പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ ഇല്യാസ് പുഞ്ചക്കാട്, മാധ്യമപ്രവർത്തകരായ കുന്നുമ്മൽ രാജൻ, ഹാരിസ് പെരിങ്ങോം എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. മുരളീധരൻ പയ്യന്നൂർ, നിതീഷ് കുമാർ KV തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ ഫാമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിഷുചന്ത പ്രവർത്തനം ആരംഭിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിഷുചന്തയുമായി കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബിന്റെ കീഴിൽ ഉൽപ്പാദിപ്പിച്ച ജൈവ പച്ചക്കറികളാണ് ചന്തയിലെ പ്രധാന ആകർഷണം. കണ്ണിമാങ്ങയും കണിവെള്ളരിയും ചക്കയും തേങ്ങയും എന്നുവേണ്ട ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ചന്തയിലൊരുക്കിയിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ വിഷുചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തവണത്തെ ഈ വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകൾ കുറേയുണ്ട്. ഒരുപക്ഷെ ഓണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ ലോകത്തെവിടെയുള്ള മലയാളികൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും വിഷുവിന് ഓണത്തെക്കാളുപരി എനിക്ക് തോന്നുന്നു ഒരുപാട് ഗൃഹാതുരത്വം. KV കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷനായി. ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാന ഗോവിന്ദൻ, കൃഷി ഓഫീസർ AN അനുഷ, ബാങ്ക് സെക്രട്ടറി K ദിനേശൻ, PC ഗോപി മാസ്റ്റർ, VV പ്രദീപൻ, P രമേശൻ എന്നിവർ സംസാരിച്ചു. PV ചന്ദ്രൻ മാസ്റ്ററിൽ നിന്നും ആദ്യ വിൽപ്പന PK തങ്കമണി ഏറ്റുവാങ്ങി. ചന്ത ശനിയാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണനമേള ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ തുടക്കമായി. വിവിധ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിഷു വിപണനമേള ബോർഡ് സ്കൂളിൽ തുടങ്ങി. വിഷുവിന് കണിയൊരുക്കാനുള്ള വെള്ളരി, കലം, ധാന്യങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കും. കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിച്ച പുട്ടുപൊടി, അച്ചാർ, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയിൽ ലഭ്യമാണ്. നല്ല ജൈവ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വിപണിയിൽ ഒരു സ്ഥാനം എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഒരു വിഷ്ണുവിൻ്റെ വൻ വിജയമാക്കി കഴിഞ്ഞു. ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതൊരു വൻ വിജയമാണ്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ B. സുനില, CDS മെമ്പർമാരായ നിഷി MV, വിനീത സുരേന്ദ്രൻ, രേഷ്മ PV, ഷൈമ PC, രഞ്ജിനി VT, നിഷ അജിത് കുമാർ, അഗ്രി CRP, ജിഷ രാജീവൻ, സീമ MV എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നിയമവാഴ്ച അംഗീകരിക്കുന്ന വ്യക്തിയല്ലെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സുപ്രീം കോടതിയെ ധിക്കരിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്നും MA ബേബി. കാസർഗോഡിൽ തന്റെ വിജയം ഉറപ്പെന്ന UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രചാരണ പ്രവർത്തനത്തിൽ UDF ഏറെ മുന്നോക്കം പോയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. 10 വർഷം കൊണ്ട് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയെന്ന NDA സ്ഥാനാർത്ഥി ML അശ്വിനി. കാസർഗോഡ് മണ്ഡലത്തെ വികസന കുതിപ്പിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനം നടത്തുമെന്നും ML അശ്വിനി. പുരിവേലിൽ ബസ്സു കാത്തു നിൽക്കേണ്ടുന്ന ഗതികേടിൽ ദേശീയപാതയോരത്തെ യാത്രക്കാർ. സ്ത്രീകളും പ്രായമായവരും അനുഭവിക്കുന്നത് വലിയ പ്രയാസം. താൽക്കാലിക സംവിധാനമെങ്കിലും വേണമെന്ന് യാത്രക്കാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.